ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ജിയോ പൊളിറ്റിക്കൽ കേസ് സ്റ്റഡിയാണ്. ആഫ്രിക്കയിൽ അഡാനി ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റുകളും അതിൻ്റെ പിറകിലുള്ള ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി. ബേസിക്കലി ചൈനയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് ഡെക്കേഡുകളായിട്ട് ആഫ്രിക്കയിൽ ഒരുപാട് ഇൻറോഡ്സ് മേക്ക് ചെയ്തിട്ടുള്ളത്. ആഫ്രിക്കൻ ഗവൺമെൻറ്റുകൾക്ക് വലിയ രീതിയിൽ ലോണുകളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളൊക്കെ ചൈന ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. Our gratitude also goes to our partners, China Road Bridge Corporation, for choosing to invest and therefore demonstrating their confidence in our country, Kenya. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ഈ ചൈനയുടെ ഈ വർദ്ധിച്ചു വരുന്ന ഡൊമിനൻസിനെ ഒരു ബാഡ് ലൈറ്റിൽ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാക്വം ഉണ്ടല്ലോ, ശരിക്കും ചൈനയെ എങ്ങനെ സ്വീകരിക്കാൻ ആൾക്കാർ പഠിക്കുന്ന ആ ഒരു പോയിന്റ്. ഇവിടെ ഇന്ത്യയുടെ സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് പോകുന്നതിന് പകരം പ്രൈവറ്റ് എൻ്റർപ്രൈസുകളെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആഫ്രിക്കക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ എന്നുള്ള രീതിയിൽ ഒരു പുതിയ നയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ നയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ അഡാനിയും മറ്റുമൊക്കെയാണ് അവിടെ ഇൻറോഡ്സ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഡാനിയുടെ ആഫ്രിക്കൻ സ്ട്രാറ്റജികളും അത് എങ്ങനെയാണ് ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ ബെറ്റർ ചെയ്യുന്നത് എന്നുള്ളതും, അഡാനിക്ക് എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റിന് സെറ്റ് ബാക്ക് ആവുക എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രധാന പശ്ചാത്തലം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അഡാനിയുടെ മേജർ പ്രോജക്റ്റ്, ഇതിൻ്റെ റിപ്പർക്കഷൻസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ചൈനയ്ക്ക് കൗണ്ടർ ആവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് അഡാനി ഗ്രൂപ്പാണ്. അഡാനി ഗ്രൂപ്പിന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ചധികം അലിഗേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഹിൻഡൻബർഗ് റിസർച്ച് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അപവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയും അമേരിക്കയിൽ ഒരു ഗൗതം അദാനിക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ബ്രൈബ് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അലിഗേഷൻ ഉണ്ടായി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ശരിക്കും നല്ല ബാക്ക്ലാഷും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ ഒരു ആഫ്രിക്കൻ സ്ട്രാറ്റജിയെക്കുറിച്ച് കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള ധാരണ ലഭിക്കും. അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് പറയാം. നമ്മൾ പലപ്പോഴും വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ദെൻ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഏത് വഴിക്കാണ് ചിലവായതെന്ന് പോലും അറിയില്ല. പ്രത്യേകിച്ച് ഒരു പനി വന്നാൽ പോലും ഒരു ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു AC റൂമൊക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5000 രൂപയൊക്കെ ചിലവ് വരും. ഇത് തന്നെ കുറച്ച് ദിവസം കണ്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മേജർ ഡിസീസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ട് അതിന് കൊടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും. ബട്ട് ദെൻ അതൊരു ചോയ്സാണ്. ശരിക്കും അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. പകരം ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസുകൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മാസം വെറും 400 രൂപ അല്ലെങ്കിൽ 500 രൂപയൊക്കെ ചിലവിൽ തന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഇൻഷുറൻസ് ഓപ്ഷനുകളുണ്ട്. അതല്ല നമുക്കൊരു 1 കോടി രൂപ വരെയൊക്കെ കവറേജ് കിട്ടാവുന്ന പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളുടെ പോളിസികൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി. ബേസിക്കലി നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് അതിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയ പോളിസികൾ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് ഡയബറ്റീസോ BP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, Day 1 തൊട്ട് തന്നെ കവറേജ് കിട്ടുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതല്ല നിങ്ങൾ ഇനി NRIs ആണെന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിൽ പോളിസി എടുക്കുന്നതിനേക്കാളും വളരെ ചീപ്പായിട്ട് ഒരു 35% വരെ ഡിസ്കൗണ്ടിൽ ഇന്ത്യയിൽ നിന്ന് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് എടുക്കുക എന്നുള്ളത് വളരെ ചീപ്പായിട്ടുള്ളൊരു ഓപ്ഷനാണ്. മറ്റൊരു കാര്യം, ഇതെല്ലാവർക്കും വളരെ നല്ലതാണ്. ബേസിക്കലി നിങ്ങൾക്ക് അൺസർട്ടൻ ആയിട്ടുള്ള ഹെൽത്ത് എമർജൻസികളോ അല്ലെങ്കിൽ അതൊരു ഫൈനാൻഷ്യൽ എമർജൻസി ആയിട്ട് മാറാതിരിക്കാനൊക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തുകൊണ്ട് ആഫ്രിക്ക പ്രധാനമാവുന്നു എന്ന ചർച്ചയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ ഡെമോഗ്രഫിക് ഡിവിഡൻ്റാണ്. 1.7 ബില്യൺ ആളുകളാണ് ആഫ്രിക്കയിൽ ഏകദേശം ഇപ്പോഴത്തെ പോപ്പുലേഷൻ. ഏകദേശം $3 ട്രില്യൺ ഇക്കോണമിയാണ് ആഫ്രിക്ക മൊത്തത്തിൽ. ഏകദേശം 50-ലധികം രാജ്യങ്ങളാണ്. ബട്ട് ദെൻ ഈ രാജ്യങ്ങൾ ഇന്ന് വളരെ ലോകത്തിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റീജിയൻ എന്ന് പറയുന്ന ആഫ്രിക്കയാണ്. ഏകദേശം ആനുവൽ ഗ്രോത്ത് 4.3%. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ റിസോഴ്സിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ ലോകം ഒരു ഗ്രീൻ എനർജിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ്റെ പാതയിലാണല്ലോ. മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് കാറുകളിലേക്ക് മാറുന്നതാണെന്നുണ്ടെങ്കിലും വൈദ്യുതിയും മറ്റൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ കുറച്ചും കൂടെ ഗ്രീനർ ആയിട്ടുള്ള വഴികൾ പെർസ്യൂ ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ലോകം ആ ഒരു ട്രാൻസിഷൻ വളരെ വ്യക്തമായിട്ടുള്ള ഗോളുകളൊക്കെ വെച്ചിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഗോളുകളിൽ ആഫ്രിക്ക വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം എന്താ വെച്ചാൽ ഈ ട്രാൻസിഷൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ റെവല്യൂഷൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് റിസോഴ്സുകൾ, പല റിസോഴ്സുകളുടെയും ഒരു വൺ ഓഫ് ദ റെയർ എർത്ത് മിനറൽസും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഫ്രിക്ക ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ്. പക്ഷേ ഇത് അൺടാപ്ഡ് ആയിട്ട് കിടക്കുകയാണ്. പലതും ഇനി മൈൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആഫ്രിക്കയുടെ നിലവിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാരണം ഇതിപ്പോഴും ടാപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആഫ്രിക്ക ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റും മറ്റൊക്കെ ആയിട്ട് ഒരു സിംഗിൾ ഹോൾ മാർക്കറ്റ് എന്നുള്ള നിലയിലേക്ക് വരികയാണ്. ഇതൊന്നും കൂടാണ്ട് ആഫ്രിക്ക 50-ലധികം രാജ്യങ്ങളെന്ന് പറഞ്ഞല്ലോ,
ഇത്രയും രാജ്യങ്ങളുടെ സപ്പോർട്ട് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ഐക്യരാഷ്ട്രസഭയിലാണെന്നുണ്ടെങ്കിലും മറ്റ് വേൾഡ് ഫോറംസിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് നല്ല ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് നേരത്തെ ഈ ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യ ചേരി എന്നുള്ള നിലയ്ക്കൊക്കെ വരാൻ പറ്റും. ഇത് മുൻപും ഈ നോൺ അലൈൻഡ് മൂവ്മെൻ്റ് ഒക്കെ ഉള്ള കാലത്ത് നെഹ്റുവിൻ്റെ കാലത്തും മറ്റുമൊക്കെ ആഫ്രിക്ക അന്നും ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ രണ്ട് കൂട്ടർക്കും കോമൺ ആയിട്ടുള്ള ഒരു കൊളോണിയൽ പാസ്റ്റ് ഉണ്ട്. അതുപോലെ ഗാന്ധിജിയുടെ ഒരു പ്രൈമറി സ്കൂൾ ഓഫ് തോട്ടും എല്ലാ കാര്യങ്ങളും വരുന്നത് ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹത്തിന് നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്നൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷെയർഡ് ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഷെയർഡ് ആയിട്ടുള്ള ഒരുപാട് വാല്യൂസും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ടാപ്പിൻ ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിനൊരു പ്രധാന റീസൺ കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്ന്, ഇത് ശരിക്കും ഇന്ത്യൻ ഓഷ്യനാണ് ആഫ്രിക്കക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു ഡിവൈഡിങ് സംഭവം എന്ന് പറയുന്നത്. ഒരു ലാർജ് വാട്ടർ ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ വാട്ടർ ബോഡിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചൈന ഒരുപാട് ഇൻറോഡ്സ് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ശ്രീലങ്കയിൽ ഹംബൻതോത്ത പോർട്ട് മാനേജ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും, അതുപോലെ ഗോഡർ പോർട്ടാണെന്നുണ്ടെങ്കിലും, ബംഗ്ലാദേശിലാണെന്നുണ്ടെങ്കിലൊക്കെ ഈ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. അതായത് ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യയെ എൻസർക്കിൾ ചെയ്യുക. ഈ സ്ട്രിങ് ഓഫ് പേൾസ് പറഞ്ഞു കഴിഞ്ഞാൽ മാലയിൽ മുത്തുകളുള്ള പോലെ തന്നെ ഇന്ത്യയെ എൻസർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ, അതിൻ്റെ താഴെ ശ്രീലങ്കയിൽ, പിന്നെ ബംഗ്ലാദേശിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയെ എൻസർക്കിൾ ചെയ്തില്ലേ. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ എന്നുള്ള പേര് ലഭിക്കാൻ തന്നെ കാരണം എന്താണ്? ഏറ്റവും വലിയ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് എന്നുള്ളൊരു കാരണമുണ്ടല്ലോ. ആ ഇന്ത്യയെ എൻസർക്കിൾ ചെയ്യുക എന്നുള്ള ചൈനയുടെ പോളിസിക്ക് ബദലായിട്ട് ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്ട്രാറ്റജിക് ഹോൾഡ് ആവശ്യമാണ്. ഇതിൽ ശരിക്കും ആഫ്രിക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഈ ഒരു ഭാഗത്തേക്കാണ് ശരിക്കും അഡാനിയുടെ ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നത്. അപ്പോൾ അഡാനി ആഫ്രിക്കയിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ശരിക്കും അത് ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്നുള്ളത് പറയുന്നതിലേക്ക് പ്രധാനമായിട്ട് നയിക്കുന്ന കാരണങ്ങൾ. അപ്പോൾ നമുക്ക് അദാനി എന്തൊക്കെയാണ് ആഫ്രിക്കയിൽ ചെയ്യുന്നത് എന്നുള്ളത് വിലയിരുത്തണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ മാറി വരുന്ന ഒരു ബോംബെ കൺസെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്, ബീജിംഗ് കൺസെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഫണ്ടമെൻ്റലി ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ ചൈനയുടെ ഒരു സ്ട്രാറ്റജി, അതായത് വലിയ രീതിയിൽ ലോണുകൾ കൊടുത്തിട്ട് ഗവൺമെൻറ് ലോണുകൾ കൊടുത്തിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിലൊക്കെ അവർ എൻഗേജ് ചെയ്യുന്നു. പിന്നീട് ആ പ്രോജക്റ്റുകൾ തിരിച്ചടക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് അസറ്റുകൾ സീസ് ചെയ്യുന്നവരേക്കുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപഖ്യാതി മാർക്കറ്റിലുണ്ട്. ഇതുകൊണ്ട് തന്നെ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ സസ്പീഷ്യസ് ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ പ്രധാനമായിട്ടും ഒരുപാട് കപ്പാസിറ്റി ബിൽഡിങ്ങോ ആളുകൾക്ക് ജോബ്സോ മറ്റു കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിലയിരുത്തലും ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്കാണ് പൊതുവേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ നല്ല ഡിപ്ലോമാറ്റിക് ഫേസ് ഉള്ള ഇൻ്റർനാഷണൽ അപ്പീലുള്ള ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഒരു റെസ്പോൺസിബിൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള മോഡലിൽ ഇന്ത്യയുടെ ഈ ബോംബെ കൺസെൻസസ് എന്നുള്ള ആശയം വരുന്നത്. അപ്പോൾ ബോംബെ കൺസെൻസസ് എന്താണ് ആക്ച്വലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പുകൾ വഴി അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വഴി ആഫ്രിക്കയിൽ തന്നെ ജോലി ക്രിയേറ്റ് ചെയ്യുക, ആഫ്രിക്കയിൽ തന്നെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക, ഇങ്ങനത്തെ ഒരുപാട് ഇനീഷ്യേറ്റീവുകളാണ് ബേസിക്കലി ഇതിൽ മുൻപിൽ വെക്കുന്നത്. അപ്പോൾ രാജ്യം നേരിട്ട് വരിക എന്നുള്ളതല്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ പോളിസികൾ നേരിട്ട് ഇവിടെ വന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫീൽ ആരാണോ ഹോസ്റ്റ് നേഷൻ അവർക്ക് കിട്ടില്ല. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറയേണ്ടത് അവിടെ തന്നെ ജോബ് ക്രിയേറ്റ് ചെയ്യുക, അവിടെ ഫാക്ടറികൾ സെറ്റപ്പ് ചെയ്യുക, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബേസിക്കലി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് കൂടുതൽ നിയന്ത്രണമുള്ള പോലെയായിരിക്കും. ഇങ്ങനത്തെ കുറച്ച് സ്ട്രാറ്റജികളിൽ ഇനി ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡാനി രംഗപ്രവേശം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പുകൾ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നു. കാരണം എന്താ, ചൈന ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ സ്റ്റേറ്റ് വരുന്ന സമയത്ത് അത് ചൈനയുടെ ഒരു സെൻട്രൽ കൺട്രോൾ വരുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് അഡാനിയുടെ പ്രൊജക്റ്റുകളുമായിട്ട് ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അങ്ങോട്ട് വരുന്നു. ഇനി ഇവിടെ അടുത്ത ചോദ്യമുണ്ട്, ഇവിടെ അഡാനി എന്തൊക്കെയാണ് ചെയ്യുന്നത്? അഡാനിക്ക് ഒരുപാട് ചീത്തപ്പേരുകളുണ്ടല്ലോ, ഇത് ആഫ്രിക്കയിൽ എങ്ങനെ ബാധിക്കും? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അഡാനി ഗ്രൂപ്പിൻ്റെ ആഫ്രിക്കയിലുള്ള സ്ട്രാറ്റജിയെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ലോജിസ്റ്റിക്സ് ആണ്. അപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ അഡാനി പോർട്ട് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. കേരളത്തിൽ വരെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉള്ളതാണ്. അപ്പോൾ ആഫ്രിക്കയിൽ ടാൻസാനിയയിൽ ദാരസലാം പോർട്ട് അവർ ബൈ ചെയ്തിട്ട് ഏകദേശം 95% അവരും അബുദാബിയും കൂടെ ചേർന്നിട്ട് ബൈ ചെയ്ത് ഒരു ലോങ് ടേം കോൺട്രാക്റ്റിലേക്ക് പോയി എന്നുള്ളതാണ് ഒരു ഒന്നാമത്തെ പ്രധാനപ്പെട്ട നീക്കമായിട്ട് കാണുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ? ടാൻസാനിയയുടെ 83% ഓഫ് കണ്ടെയ്നർ വോളിയം ട്രാൻസിറ്റ് ചെയ്യുന്ന ഒരു പോർട്ടാണ് ഈ ദാരസലാം പോർട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് ശരിക്കും ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ, കോങ്കോ, അതുപോലെ സാംബിയ, മലാവി, അതുപോലെ ബുറുണ്ടി, ഉഗാണ്ട, റുവാണ്ട, ഇങ്ങനെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് ശരിക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പോർട്ടാണ് ഈ ദാരസലാം പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ കുറേ കാലമായിട്ട് ഈ പോർട്ട് വേണ്ടത്ത രീതിയിൽ മാനേജ് ചെയ്യാത്ത കാരണം, മോഡേണൈസ് ചെയ്യാത്ത കാരണം ഇവിടെ നിന്നുള്ള കണ്ടെയ്നറുകളും മറ്റുമൊക്കെ കെനിയയിലുള്ള മൊംബാസ പോർട്ട് വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർട്ട് മോഡേണൈസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഒരു ട്രാഫിക് വോളിയം ഹാൻഡിൽ ചെയ്യാൻ ശരിക്കും ഈ പോർട്ടിന് സാധിക്കും. ഇതുവഴി ക്രിട്ടിക്കലായിട്ടുള്ള, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഫ്രിക്കയിൽ ഈ റിസോഴ്സ്
എന്നുള്ള ഒരു കാറ്റഗറി കൂടെ ഇവർക്കുണ്ട്. പക്ഷേ റിസോഴ്സ് എന്നുള്ള കാറ്റഗറി ചെയ്യണമെന്നുണ്ടെങ്കിൽ, മൈനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. ഇപ്പോൾ ആഫ്രിക്കയുടെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിലും ടാൻസാനിയ ആൾസോ വെരി റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള രാജ്യമാണ്. ഒരുപാട് നാച്ചുറൽ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ, ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മൈനിങ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള രാജ്യമാണ്. പക്ഷേ ഇവിടെ നിന്നൊക്കെ ഇത് സംഭവം എടുത്തിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. ഇപ്പോൾ ടാൻസാനിയയുടെ 83% കണ്ടെയ്നർ വോളിയം മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ വോളിയം മാനേജ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അഡാനി പോർട്ട് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലാൻഡ് ലോക്ക്ഡ് രാജ്യങ്ങളുടെയും ടാൻസാനിയയുടെയൊക്കെ ടോട്ടൽ മെർച്ചൻഡൈസ് വോളിയം എന്താണോ, അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സംഭവങ്ങൾ എന്താണോ അത് ഹോൾഡ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ശരിക്കും അഡാനി ഗ്രൂപ്പിന് വരികയാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അവരുടെ നീക്കം എന്ന് പറയേണ്ടത് പവർ ട്രാൻസ്മിഷൻ ലൈനുകളും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രീൻ എനർജിയിലും, ഇപ്പോൾ മൊറോക്കോയിൽ അവരുടെ ഒരു 10 GW വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പവർ പ്രോജക്റ്റ് വരുന്നുണ്ട്. അതുകൂടാണ്ട് അവരിപ്പോൾ ചെയ്യാൻ പോകുന്നത് പവർ ട്രാൻസ്മിഷൻ പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള പവർ ലൈൻസിനെ മോഡേണൈസ് ചെയ്യുക, എഫിഷ്യൻസി കൂട്ടുക, അതുപോലെ നാഷണൽ ഗ്രിഡും മറ്റുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ള അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കെനിയയിലുണ്ടായിരുന്നു. അതുപോലെ കെനിയയിൽ തന്നെ ഒരു എയർപോർട്ട് അക്വിസിഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ 2024 അമേരിക്കയിൽ ബ്രൈബറി ചാർജസുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്കെതിരെ കേസ് വന്ന പോയിന്റിൽ കെനിയൻ ഗവൺമെൻറ് വളരെ ഫാസ്റ്റായിട്ട് ഈ കോൺട്രാക്റ്റുകളൊക്കെ വോയിഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അഡാനി ഗ്രൂപ്പാണ് ശരിക്കും ഇന്ത്യയുടെ സ്ട്രാറ്റജിയുമായിട്ട് ആഫ്രിക്കയിൽ ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇൻ്റർനാഷണലി ഉള്ള അവരുടെ റെപ്യൂട്ടേഷൻ എന്താണോ അത് ഇന്ത്യയുടെ സ്ട്രാറ്റജിയും ബാധിക്കും, അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇന്ത്യയും ബാധിക്കും എന്നുള്ളൊരവസ്ഥയുണ്ട്. ഓസ്ട്രേലിയയിലാണെന്ന് തോന്നുന്നു അവർക്ക് വലിയ രീതിയിലുള്ള ലോക്കൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പരിസ്ഥിതി ലോലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം ഡാമേജ് ക്രിയേറ്റ് ചെയ്യുന്ന മൈനിങ് ആണ് ഓസ്ട്രേലിയയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായിരുന്നില്ലേ. ഈ ആഫ്രിക്കയിലേക്ക് ഇവർ വരുന്ന പോയിന്റിലും അഡാനി ഗ്രൂപ്പിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമേജ് ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഇവർക്കെതിരെ ഒരുപാട് ലോക്കൽ പോപ്പുലേഷൻ്റെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അത് എയർപോർട്ടിൽ ഉണ്ടാകുന്ന പുതിയ ഇന്നോവേഷൻസും മറ്റുമൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് തൊഴിൽ നഷ്ടം ഉണ്ടാകും എന്നുള്ള പേടി ഒരു ഭാഗത്തുണ്ട്. മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഡിസ്റിഗാർഡാണ്. അതായത് അഡാനി ഗ്രൂപ്പിന് വെറും കോർപ്പറേറ്റ് അജണ്ട മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു, അതായത് ഇവർ ഫുള്ളി ട്രാൻസ്പെറൻ്റ് അല്ല എന്നുള്ളൊരു വിഷയമുണ്ട്. കഴിഞ്ഞ 2-3 വർഷത്തിനകത്ത് അഡാനി ഗ്രൂപ്പിനെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസും പലതും ഇതുമായിട്ട് ചേർത്ത് വായിക്കപ്പെടുന്നതാണ്. അപ്പോൾ കെനിയൻ ഗവൺമെൻറ് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ ആക്ട് ചെയ്തു, പ്രൊജക്റ്റുകൾ ക്യാൻസൽ ചെയ്തു. പക്ഷേ ടാൻസാനിയ എന്താ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ പ്രൊജക്റ്റുകളിൽ ഞങ്ങൾ വാക്ക് പാലിക്കും, പ്രൊജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ആഫ്രിക്കയിൽ ഒരു ഭാഗത്ത് അഡാനി ഗ്രൂപ്പിന് പ്രോപ്പറായിട്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഒരു ഭാഗത്ത് എന്താണോ ലോക്കൽ പോപ്പുലേഷൻ ആവശ്യപ്പെടുന്നത് അതിനോട് പൊളിറ്റിക്കൽ പാർട്ടി ആരാണോ അല്ലെങ്കിൽ ആരാണോ ഭരിക്കുന്നത് അവരതിനു വേണ്ടി വിധേയപ്പെടുന്ന ഒരു കാഴ്ച കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങനെയാണോ ഇന്ത്യയുടെ സ്ട്രാറ്റജി ആഫ്രിക്കയിൽ ഡിപ്ലോയ് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ഈ പോർട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആവുന്നു, അല്ലെങ്കിൽ ഇത്തരം നെറ്റ്വർക്കുകൾ, ഇപ്പോൾ അത് പവർ ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഇത് ഇന്ത്യയുടെ സ്ട്രാറ്റജിയിൽ എവിടെയാണ് കറക്റ്റ് ഫിറ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തത് ലോജിക്കലി വരേണ്ട ഭാഗം ആഫ്രിക്കയ്ക്ക് ഇന്ത്യക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെയർ എർത്ത് മിനറൽസ് ആണ് എന്നുണ്ടെങ്കിലും മറ്റ് മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളിലാണ് എന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് വലിയ ഒരു സാധ്യത നിലവിൽ ആഫ്രിക്ക ഓഫർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്നത് ചൈനയാണ്. ലോകത്ത് തന്നെ റെയർ എർത്ത് മിനറൽസിൻ്റെ കാര്യത്തിൽ ചൈനയ്ക്ക് വെരി ക്ലിയർ ആയിട്ടുള്ള ഡൊമിനൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് കാലം മുൻപ് വരേക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യയിൽ ഓട്ടോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കൊക്കെ ഈ മിനറൽസ് കിട്ടാത്ത കാരണം അവരുടെ ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോകം ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക മിനറൽസും ഒരുപാട് റിച്ച് ആയിട്ടുള്ള രാജ്യമാണ്, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഫ്രിക്കയിൽ അഡാനി ഗ്രൂപ്പ് ഇൻറോഡ്സ് മേക്ക് ചെയ്യുമ്പോൾ നെറ്റ് എഫക്റ്റ് ഇൻഡയറക്റ്റ്ലി ഇത് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് സ്ട്രാറ്റജിയും കൂടിയായിട്ടാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ദെൻ ഇത് എന്തുകൊണ്ട് ഡയറക്റ്റ്ലി സ്റ്റേറ്റ് ഇൻവോൾവ് അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീസണാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു ബീജിംഗ് കോൺസെൻസസ് എന്ന് പറഞ്ഞതിന് പകരമായിട്ട് ഒരു ബോംബെ കോൺസെൻസസ് എന്നുള്ള മോഡലിൽ രാജ്യം നേരിട്ടല്ല, കാരണം ചൈനീസ് ആ മോഡലിനെതിരെ ഒരുപാട് ബാക്ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് സെക്ടർ ലെഡ് എന്നുള്ള മോഡലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഈ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയൊക്കെ വിജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് നേരിടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ബാക്ക്ലാഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിലുടനീളം പറഞ്ഞിട്ടുള്ള അഡാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബാഡ് റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ അവരുടെ ഈ പ്രൊജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിലുള്ള അവരുടെ എബിലിറ്റിയൊക്കെ ആയിരിക്കണം. പോർട്ടുകളും മറ്റൊക്കെ മാനേജ് ചെയ്തിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കാരണം തന്നെ അഡാനി ഗ്രൂപ്പിന് ആ ഒരു ഭാഗത്ത് നല്ല പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അഡാനി പവർ എന്ന് പറഞ്ഞിട്ട് പവർ മാനേജ് ചെയ്തിട്ട് അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊക്കെ വഴി അവർ ആഫ്രിക്കയിൽ നല്ല റെപ്യൂട്ടേഷൻ വാങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഇന്ത്യക്ക് ഭാവിയിൽ ഇന്ത്യയുടെ ഒരുപാട്
ഫ്യൂച്ചർ പ്രോജക്റ്റുകൾ അവിടെ കൊണ്ടുവരുന്നതിലും ഒരുപാട് ഇന്ത്യയുടെ അതർ പ്രൈവറ്റ് സെക്ടർ കമ്പനികളും മറ്റൊക്കെ വരുന്നതിലേക്കൊക്കെ നയിക്കുന്ന ഒരു പുതിയ മുന്നേറ്റമായിരിക്കും. ഇത് എന്തുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആഫ്രിക്കയുടെ ഈസ്റ്റ് കോസ്റ്റ് ഇന്ത്യൻ ഓഷ്യനിലേക്കാണ് കിടക്കുന്നത്. ഇന്ത്യൻ ഓഷ്യനിലെ പ്രധാനപ്പെട്ട പവർ കറൻ്റ്ലി ഇന്ത്യയാണ്. ഇന്ത്യ ഒരു റൈസിംഗ് പവറാണ്. അപ്പോൾ ഈ റൈസിംഗ് പവർ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് എല്ലാ വേൾഡ് ഫോറംസിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയുടെ സപ്പോർട്ട്, ഇന്ത്യക്ക് UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനൻറ്റ് മെമ്പർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉൾപ്പെടെ ഇന്ത്യക്ക് ആഫ്രിക്ക വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നിലവിൽ എന്താണോ ചൈനയ്ക്ക് അവിടെ പിഴച്ചത് ആ പോയിൻ്റ് ഇന്ത്യക്ക് അനുകൂലമാക്കിയിട്ട് അവിടെ ആ ഒരു ഗ്യാപ്പ് ശരിക്കും ഫില്ല് ചെയ്യുക എന്നുള്ളൊരു റോള് മാത്രം ഇന്ത്യ ചെയ്താൽ മതി. ബട്ട് ദെൻ അവിടെ ഒരിക്കലും ചൈനീസ് മോഡൽ ഡയറക്റ്റ്ലി അഡോപ്റ്റ് ചെയ്യുന്നത് ഇന്ത്യക്ക് ഗുണകരമായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ ബോംബെ കോൺസെൻസസ് അല്ലെങ്കിൽ മുംബൈ കോൺസെൻസസ് വഴി ഇന്ത്യ ഒരു പ്രൈവറ്റ് സെക്ടർ ഉപയോഗിച്ചിട്ടുള്ള മുന്നോട്ടുള്ള പോക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതെല്ലാം ഉരുത്തിരിഞ്ഞ് വരിക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളുടെ ഇൻഷുറൻസ് പോളിസികൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോളിസി അപ് ടു 25% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാൻ കഴിയുന്ന ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും മറ്റും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക.